ഇല്ല. നമ്മുടെ ബാല്യം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബാല്യം മാറ്റിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മളാണ് അതിന് കാരണമെന്ന്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പം നമ്മുടെ അടുത്ത് കൂടുതൽ വരുന്ന കുട്ടികളെ കൊണ്ട് വരുന്ന ഉമ്മമാർ ഭയങ്കര വിഷമിച്ചൊക്കെ വന്നിട്ട് പറയാറുണ്ട്, മേഡം ഇതുപോലെ അല്ലെങ്കിൽ ടീച്ചറെ എൻ്റെ കുട്ടി പറ്റുന്നില്ല. ഇപ്പം ഫോൺ മാറ്റിയതിൻ്റെ പേരിൽ ഇപ്പം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഫോൺ മാറ്റിയതിൻ്റെ പേരിൽ എല്ലാം പറക്കി എറിയാണ് വീട്ടിൽ നിന്ന്. ഉപ്പാനെ അവരെ അടിക്കുന്നു, ഉമ്മാൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആരും അങ്ങനൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. കൂടുതൽ നമുക്ക് ആ ടൗൺ ഏരിയയിൽ നിന്നാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് സമയം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ, കുറച്ച് സമയം, ഒത്തിരി സമയമൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ഞാനൊരു ഉമ്മയാണ്, 2 മക്കളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കാൻ പറയുന്നില്ല. ദിവസം ഒരു 3 മിനിറ്റ് വീതം ഒരു 3 നേരമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഏറെക്കുറെ നമ്മുടെ മക്കളെ മാറ്റിയെടുത്ത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന മാതിരി മക്കളാക്കി നമുക്ക് മാറ്റാൻ കഴിയില്ലേ? മക്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞിട്ട് മക്കൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം എന്താണ് കൂടുതലായിട്ട് ഉമ്മമാരും ഉപ്പമാരും നമ്മളെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുന്നത്? എന്ത് പറഞ്ഞാണ്? ഒന്നും പറയാറില്ലേ? എന്ത് പറയാറുണ്ട് ഉമ്മച്ചി? ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ കലോത്സവം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ നീ ആ കുട്ടിയെ കണ്ടോ പറയാറുണ്ടോ? ഉണ്ടോ? അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് നമ്മൾ പരീക്ഷ പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ ഉമ്മ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ആ അടുത്ത ക്ലാസ്സിൽ ആർക്കാ ടോപ്പ്? ആർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആക്കാം? ചോദിക്കോ? അങ്ങനെ ചോദിക്കുന്ന ഉമ്മമാരുണ്ട് ഇവിടെ? ചോദിക്കുന്ന ഉമ്മമാരുണ്ട്? അല്ല, ചോദിക്കുന്ന ഉമ്മമാരുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ചോദിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണ് ചോദിക്കും. അവര് നമ്മുടെ മക്കളെക്കാട്ടി നമ്മൾ 95 മാർക്ക് വാങ്ങിച്ച് 195 മാർക്ക് വാങ്ങിച്ച് ഉപ്പാർത്തും ഉമ്മാർത്തും കൊണ്ടുവരുമ്പോൾ ഉമ്മാരും ഉപ്പായും ആദ്യം ചോദിക്കുന്ന ചോദ്യം, മക്കളെ ക്ലാസ്സിൽ ആരാ ഫസ്റ്റ് ആരാ? ആരും ഉമ്മച്ചി അജുമലാണ്. അവൻ എത്ര മാർക്ക് കൊണ്ടുവരാ മക്കളെ? 96. നിന്റെ ഒരു മാർക്ക് എവിടെ പോയടാ? നിന്റെ ഒരു മാർക്ക് നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അവനെ പഠിപ്പിക്കുന്നത്. നിന്നെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചറാണ് അവനെ പഠിപ്പിക്കുന്നത്. നിന്നെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് അവനെ പഠിപ്പിക്കുന്നത്. നിന്റെ ഒരു മാർക്ക് എവിടെ പോയടാ? ചോദിക്കാറില്ലേ? ആ ചോദ്യം മക്കൾക്ക് ഇഷ്ടമാണോ? അല്ല, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മക്കളാണ് ഈ പറയുന്നത്. ഈ ചോദ്യം മക്കൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും അല്ലേ? നമുക്കൊരു സംതൃപ്തി. ശരിക്കും തോന്നുന്നത് നമുക്ക് നമ്മുടെ പേരൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കിട്ടിയത് എന്ത് ചെയ്യും? അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നവരാണല്ലേ? നമുക്ക് കിട്ടിയ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? മക്കൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല അല്ലേ? നമ്മുടെ മക്കൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയില്ല അല്ലേ? എൻ്റെ അടുത്തൊരു ഉമ്മ വന്നിട്ട് പറയാണ്, ടീച്ചറെ ഞാൻ എൻ്റെ കുട്ടിക്ക് എഴുതാൻ വാങ്ങിച്ചൊരു 280 രൂപയുടെ പേനയാണ് എന്ന്. ഒരു ഓൺലൈൻ ടീച്ചറും കൂടിയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, മാം ടീച്ചർ ഇതുകൊണ്ടൊക്കെ ഞാൻ മോനെ 250 രൂപയുടെ പേന വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ പരീക്ഷയ്ക്ക് 5 മാർക്ക് കുറച്ച് വാങ്ങിച്ച് ഞാൻ ടീച്ചർ മുന്നിൽ നാണം കെട്ടുപോയെന്ന്. അതെന്നെ കാര്യം എൻ്റെ അടുത്ത്, ടീച്ചർ എന്നെ കൂടെ അത്രയും പറ്റത്തുള്ളായിരുന്നു എന്ന്. ഞാൻ അമ്മടുത്ത് ചോദിച്ചിരുന്നു, അമ്മ എങ്ങനെയാണ്? നല്ല റിച്ച് ഫാമിലിയിലാണോ? അല്ല ടീച്ചർ, ഞാൻ നല്ല കഷ്ടപ്പെട്ട് വളർന്ന് നല്ല വിശപ്പൊക്കെ അനുഭവിച്ച് നല്ല ഉണക്ക് വളർന്നു കേട്ടോ. നമ്മളൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിലുള്ള നമ്മുടെയൊക്കെ ഉമ്മമാരും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നവരാണ് കേട്ടോ. ഉമ്മമാർക്കൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അവര്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മക്കൾക്ക് ആ ഒരു വിഷമവും വേദനയും ഒന്നും അറിയരുത്, അവർ വിശപ്പെന്നാ അറിയരുത്. അവൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടി ഒരു പെൻസിൽ, നമ്മുടെ കുട്ടികൾ എത്ര പെൻസിലും കൊണ്ടാണ് ഉമ്മമാർ ഒന്ന് സ്കൂളിൽ പോകുന്നേ? പിന്നെ 2 പെൻസിലുകൾ കാണും അല്ലേ? 2 പെൻസിലും കാണും. എന്താ? ഒരെണ്ണത്തിൻ്റെ മുന പോയാൽ അടുത്ത് വെച്ച് എഴുതണം. ഇനി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് നാളെ നീ ഒരു പെൻസിൽ കൊണ്ടുപോയാൽ മതിയടാ. ഇന്നലെ വന്ന ആൾ പറഞ്ഞു ഒരു പെൻസിൽ നിന്നെ വിശപ്പിന് നിന്നെ പട്ടിണിക്കണമെന്ന് പറഞ്ഞാൽ എന്നാലും നീ പഠിക്കൂ. അങ്ങനെയാണോ? അല്ല, അത് ഞാൻ ഓർമ്മിച്ച് തന്നതാണ്. എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക്? ഇപ്പം നമ്മൾ പറയാം എന്നെ പോലെ കല്ല എൻ്റെ മോള്, ഞാൻ ഭയങ്കര ക്ഷമയായിരുന്നു, ഞാൻ ആരോട് എന്താ പോന്ന് പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുമായിരുന്നു, മുതിർന്നവരുടെ കരുണ അല്ലേ? ബഹുമാനിച്ച് ചെറിയ പിള്ളേരെ കരുണ കാണിക്കണം. നമ്മുടെ കുട്ടികൾ ചെയ്യുന്നില്ല. പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് നമുക്ക് ആകെ കിട്ടിയത് ഒരു 1/2 മണിക്കൂറാണ്.
പഠിക്കാനുള്ള വകുപ്പ് മാത്രമേ ഇന്ന് തരുന്നുള്ളൂ. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇതിനൊക്കെ കാരണം ആരാണ് എന്ന്. നമ്മളല്ല, ഞാനടങ്ങുന്ന ഈ അമ്മ എന്ന് പറയുന്ന ഉമ്മച്ചി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ഉപ്പമാര് പറയുന്നൊരു കാര്യമുണ്ടേ, നീ അല്ലേ വളർത്തിയത് പറയാറുണ്ടോ? നീ അല്ലേ വളർത്തിയത്, നീ വളർത്തുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാറുണ്ടോ? പറയാറില്ല. മക്കളോട് പറയാറില്ലടാ, ഉമ്മമാരോട് പറയാറുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ഒരേപോലെ തുല്യരാണ് മക്കളെ വളർത്തിയെടുക്കുന്നതിനല്ലേ. രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. അപ്പം നിങ്ങൾ ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒറ്റയടിക്ക് പോയിട്ട് ഇന്ന് നമുക്ക് പറയാം, നമ്മുടെ കുട്ടികൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പാഠപുസ്തകം വായിക്കുന്നതാണ് അവർക്ക് ഓർമ്മ നിൽക്കുന്നത്. പിന്നെന്ത് ചെയ്യും, പാട്ടുകൾ അല്ലേ, ഒരു പാട്ടൊക്കെ ഒരു തവണ കേട്ടാൽ മതി അവർക്ക് അല്ലേ. എന്താ അറിയാമോ, അതവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അതവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ പാട്ട് കേൾക്കാൻ. ഒരിടയ്ക്ക് ഒരു ലാസ്റ്റ് പോയ ഒരു നെടുമങ്ങാട് സ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ പറഞ്ഞത്, മാത്സ് ഇംഗ്ലീഷും ഭയങ്കര പാടാ ടീച്ചറെ, എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമ ഒറ്റ പ്രാവശ്യം കണ്ടോളൂ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഥ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യം എന്താ അറിയില്ല. ഇപ്പം അവർക്കെല്ലാം കിട്ടുന്നുണ്ട്, ചോദിക്കുന്ന എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല നാളെയും ഇതിങ്ങനെ തന്നെ തുടരും എന്ന്, നാളെയും ഇങ്ങനെ തന്നെ തുടർന്ന് എല്ലാം കിട്ടുമെന്ന് അവർ കരുതുന്നുണ്ട് അല്ലേ. അപ്പം അപ്പം അമ്മമാർക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലേ, ഓ കുറച്ച് ദിവസം വിശന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് വാങ്ങിച്ചു കൊടുക്കണ്ട. നമ്മൾ എങ്ങനെയായിരിക്കും പറയാ, ഓടേൻ്റെ പണി നോക്കി പറ്റുക 2 നമുക്കൊണ്ട് പറ്റുന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞു തീർക്കും അല്ലേ. ഇതൊക്കെ മക്കൾക്ക് ഇഷ്ടമാണോ നമ്മൾ നോക്കിയിട്ടുണ്ടോ? മക്കൾ പറയും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പറയും വേണ്ടി അത് 2 കൊടുക്കുകയും ചെയ്യും അല്ലേ. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ അങ്ങ് ഒരു കളിമണ്ണ് നമ്മളെ തന്നിട്ട് നമ്മളതിനെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും. അതെപ്പോഴാണെന്ന് അറിയാമോ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മക്കളായി തരുന്നൊരു സമയമുണ്ടല്ലോ, ഉള്ളിൽ പഠിച്ചോൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മക്കളെ തരുന്നൊരു സമയം, അന്നേരം മുതലേ മക്കൾ നമ്മളെന്തെങ്കിലും അബ്സോർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്, കൂടുതലും റീൽസ്. നമ്മൾ സന്തോഷിക്കണം അല്ലേ, ഉമ്മ എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കണം. ഉമ്മ നല്ല കാര്യങ്ങൾ കേൾക്കണം, നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം, കാണണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലും റീൽസ് അല്ലേ. തെറ്റ് പറയല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ മക്കൾ കാണുകയാണ്, ആ നല്ല കാര്യം. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ മക്കളും സന്തോഷിച്ചിട്ടുണ്ട്, നമ്മൾ വിഷമിക്കുമ്പോൾ അവരും വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഏറെക്കുറെ ഫോൺ ഉപയോഗിച്ച് അവരെ ആ ഒരു വശത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് അവരെ കൊണ്ടുവരണം. എങ്ങനെയാണ് അവരങ്ങനെ ആയെന്ന് മനസ്സിലായല്ലോ. ഒരിക്കലും അവർ സ്വന്തമായിട്ട് ഫോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മളാണ് കൊടുത്തത്. നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള കാര്യം പറയണം, ഇപ്പം നമ്മൾ കൊടുത്തല്ലേ. ഉമ്മമാരല്ലേ ആദ്യം നമുക്ക് ഫോൺ തന്നത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റണില്ല. ആര് TV ആരുമായിട്ട് വെച്ചത് നമ്മളിങ്ങനെ ആക്കിയത്? ഉമ്മ ഉപ്പ അല്ലേ. ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. ഉപ്പമാര് പാവമാണെന്ന് തോന്നുന്നല്ലേ. ആ കണ്ടോ, ഉപ്പമാര് പാവമാണ് കേട്ടോ അല്ലേ. ഉമ്മമാര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപ്പമാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇതേപോലെ മക്കള് പഠിച്ചോണ്ട് മുന്നിൽ നമ്മളോട് ചോദിക്കും കേട്ടോ. ഓരോരുത്തരും ചോദിക്കും. നമ്മുടെ അവയവങ്ങൾ നമുക്കിതിനെ സാക്ഷി പറയും. അതേപോലെ തന്നെ നമ്മുടെ മക്കളും എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി പറയും. നമ്മളൊന്ന് ഓർത്തോണം. ഇപ്പോൾ ഒത്തിരി സ്ക്രീൻ യൂസ് ചെയ്യുന്ന മക്കൾ മാക്സിമം ഈ കുറേ ഗെയിമുകളുണ്ടല്ലോ, ഗെയിം പ്ലാറ്റ്ഫോമുകൾ, ഫ്രീ ഫയർ അങ്ങനെയൊക്കെ ഉള്ളത്, അതിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇപ്പോൾ ഒരു സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന TV അല്ലെങ്കിൽ ഫോൺ കാണുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവർ കുറച്ച് നേരം നിങ്ങൾ സമയം വെച്ച് കൊടുക്കുക. ഇത്ര ഒറ്റയടിക്ക് ഇന്ന് പോയിട്ട് ഇന്ന് വന്നാൽ മാം പറഞ്ഞു ഫോൺ കൊടുക്കരുത്, തരില്ല. ഇവർ അതിനപ്പുറം വീട്ടിൽ കാണിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കും. അടിച്ചതുകൊണ്ട് മക്കൾ മാറും തോന്നുന്നുണ്ടോ? ഫോൺ എടുത്തു പിടിച്ച് 2 എണ്ണം കൊടുക്കാം, പിന്നെ അവൻ എന്ത് ചെയ്യത്തില്ല, ഫോൺ എടുക്കത്തില്ല. പക്ഷെ നമുക്ക് അവനെ ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും, ഫോൺ എടുക്കും, തീർച്ചയായിട്ടും എടുക്കും അല്ലേ. നമ്മൾ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കടയിൽ പോകും സാധനം വാങ്ങിക്കാൻ. നമ്മൾ എവിടെ കാണുമ്പോഴായിരിക്കും ഒരു TV നിർത്തിയിട്ട്
ബുക്ക് നമ്മൾ നോക്കുമ്പോൾ പോകുമ്പോൾ കുഞ്ഞ് ബുക്ക് ഓർന്നിരിക്കൊണ്ട് വരുമ്പോഴും ബുക്ക് ഓർന്നിരിക്കൊണ്ട് പഠിക്കുകയാണ് വിചാരിക്കും അല്ലേ. അപ്പോൾ ആദ്യമേ അത് നിങ്ങൾ അടിക്കൊന്നും ചെയ്യാതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന മെത്തേഡ് നിങ്ങൾ അടിക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾ സമയം വെച്ച് കൊടുക്കുക. നീ ഇന്നത് ചെയ്തിട്ട് വന്നാൽ, അല്ലെങ്കിൽ നീ ഇന്നത് പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ ടി വി അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ അതിൻ്റെ 45 മിനിറ്റ് ആക്കി കൊടുക്കാം. ബാക്കി 15 മിനിറ്റ് നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ. വേറെ എന്താ അറിയാമോ, നമ്മൾ ഒരു 5 സ്റ്റെപ്പോളം ഫോളോ അപ്പ് ചെയ്യണം. എങ്ങനെയാണ്, അവൻ ടി വി കണ്ടു അല്ലെങ്കിൽ ഫോൺ കണ്ടിട്ട് വന്നിട്ട് മക്കളോട് പറയുക, നമ്മുടെ വീട്ടിൽ കാണുന്ന വസ്തുക്കളൊന്ന് പറയുക. ഒരു 5 വസ്തു മതി. ഒരു 5 വസ്തു കാണുന്ന പറയുക. ഇപ്പം എന്താണ്, ടി വി അല്ലെങ്കിൽ ഫോണ്, എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു 5 വസ്തു പറയുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തൊരു 4 വസ്തു നീ സെലക്ട് ചെയ്തൊന്ന് തൊട്ട് നോക്കുക. നമ്മൾ എന്നും തൊട്ടുന്ന സാധനം തന്നെ ആയിരിക്കുന്നേ. ചിലപ്പോൾ റിമോട്ട് ആയിരിക്കും, ചിലപ്പോൾ ഒരു പേനയായിരിക്കും. തൊട്ട് നോക്കുക. ഒരു 3 വസ്തുവിന് എന്ത് ചെയ്യുക, ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഇത് നമ്മളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്, നമുക്ക് നോക്കാം. ഒരു 2 വസ്തുവിനെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് മണപ്പിച്ച് നോക്കണം. എന്തെങ്കിലും ഒരു പുതിയ ബുക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പ്രേയോ എന്തെങ്കിലും ഒന്ന് മണപ്പിച്ച് നോക്കുക. പിന്നെ അവരെടുത്ത് പറയുക, നീ ഇത്രയും നേരം കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നേരം കണ്ട എന്താണ്, ഈ 5 മുതൽ ഇങ്ങോട്ട് വന്നല്ലോ, അതൊക്കെ ഒന്ന് പറയാൻ പറയുക. എന്തിനാന്ന് ചോദിച്ചാൽ ഈ 3/4 മണിക്കൂർ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, നമ്മൾ എന്താ ചെയ്യുന്നത്, നിർത്തി വെച്ചിട്ട് പോയി പഠിക്കടാ അല്ലേ. നിർത്തി വെച്ചിട്ട് നീ പോയി പഠിക്കടാ. ഇവരെന്ത് ചെയ്യും, ഈ ടി വി അല്ലെങ്കിൽ മൊബൈൽ നിർത്തി വെച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യും മക്കളെ, പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കുമോ? അല്ലാ മാഷാ അല്ലാ, അടിപൊളി പിള്ളേര്. നമ്മൾ ആ മൊബൈലിലോ ടി വിയിലോ കണ്ട കാര്യം ഓർക്കാറില്ലേ? ബുക്ക് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരത്തില്ലേ? വരത്തില്ല? സത്യമായിട്ടും ഭയങ്കര നല്ല പിള്ളേരാണ് കേട്ടോ. മാഷാ അല്ലാ, അമ്മമാർക്കൊക്കെ സന്തോഷിക്കാം. നല്ല മക്കളാണ് കേട്ടോ. അവരങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ ചിന്തിച്ചാലോ, നമ്മൾ ഈ ഒരു 5 പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർ എന്തെടുക്കും അറിയാമോ, ആ കണ്ട കാര്യം കുറേ അങ്ങ് മൈൻഡ് ഔട്ടായി പോയിക്കളയും. പിന്നെ നമുക്ക് അടുത്ത വർക്ക് കൊടുക്കാം. 15 മിനിറ്റ് നമ്മൾ കുറച്ചുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ അരമണിക്കൂറാക്കി കുറയ്ക്കണം. ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കണം. നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്ത് ചെയ്യണം, കുറയ്ക്കണം. വീണ്ടും അരമണിക്കൂർ നമ്മൾ കളിക്കാൻ കൊടുത്തു. അരമണിക്കൂർ നമ്മൾ എന്തെടുത്തു, വീണ്ടും നമ്മൾ ഇതേപോലുള്ള പ്രോസസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3/4 മണിക്കൂറേ പോയുള്ളൂ എന്ന്, കാരണം മറ്റേ 15 മിനിറ്റ് സേവ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കോ ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ അതൊരു 1/4 മണിക്കൂറാക്കി മാറ്റണം. അങ്ങനെ ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒക്കെ കണ്ടോ കേട്ടോ. കണ്ടോന്നൊന്നും ഞാൻ പറയാം, 15 മിനിറ്റ് കണ്ടോ. എങ്ങനെയായിരിക്കണം, നമ്മുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സമ്മതപ്രകാരം അവരെ കൂടെ ഇരുന്ന് കാണണം. ഓക്കെ, അതിന് കൂടെ ഇരുന്ന് ഗെയിം കളിക്കാനല്ല പറഞ്ഞത്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇഷ്ടമുണ്ട് പഠിക്കാനുള്ള വസ്തുക്കൾ കിട്ടും. നമുക്കതൊക്കെ എടുത്ത് വെച്ച് കാണാം. ഒരു ദിവസം ഇവർക്ക് വേണ്ടി ഒരു 3 സമയം മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാ മക്കളെ നമ്മുടെ ഉമ്മമാരെ നമ്മൾ എണ്ണിപ്പിക്കുന്നേ, എങ്ങനെയാ? നല്ല സ്നേഹത്തോടെ ഒന്ന് മക്കളെ